ഹലോ ഗായ്സ്, മെറീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ റീസെൻ്റ്ലി മൊറോക്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോകാൻ നേരത്ത് എന്തൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ള ഒരു വീഡിയോ ആണിത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാട്ടോ. നമുക്ക് ഫസ്റ്റ് വേണ്ട മെയിൻ ഒരു കാര്യമാണ് വിസ വേണം, മൊറോക്കൻ വിസ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിസ കിട്ടും. അപ്പോൾ ഞങ്ങൾ കൊടുത്തത് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് റേറ്റ് കൂടുതലാണ്. ബട്ട് എനിക്ക് തോന്നുന്നു 3 ഡേയ്സിനുള്ളിൽ വിസ കിട്ടും. ഞങ്ങൾ കൊടുത്ത സ്റ്റാൻഡേർഡ് ആണ്. അവർ 6 ഡേയ്സ് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കൊരു 2 ഡേയ്സിനുള്ളിൽ സംഭവം കിട്ടി. വർക്കിംഗ് ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ പോകുമ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാസ്പോർട്ട്. നമുക്ക് UK നമ്മുടെ സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ UK വർക്ക് വിസ അല്ലെങ്കിൽ UK എന്തെങ്കിലും വിസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, വാലിഡേറ്റഡ് വിസ ഉണ്ടെങ്കിൽ നമുക്ക് മൊറോക്കോയിൽ പോകാം. നമുക്ക് വേണ്ടത് ഷെയർ കോഡാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നമ്മൾ ഷെയർ കോഡ് ജനറേറ്റ് ചെയ്തിരിക്കണം. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഷെയർ കോഡ്. പിന്നെ വിസ നമ്മൾ ഫോണിൽ കൊണ്ടുപോകുന്നതിനേക്കാളും അവരെന്നോട് പറഞ്ഞത് അവർക്ക് പ്രിൻറ്റ് ചെയ്ത് പേപ്പറിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമല്ലോ, A4 സൈസ്, അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നൊക്കെ അവരെന്നോട് പറഞ്ഞു കേട്ടോ. അവരോട് പറഞ്ഞു പ്രിൻറ്റ് ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് ഈസി ആവുമെന്ന് പറഞ്ഞു. അവർ ചോദിച്ച കാര്യമാണ് നമ്മുടെ അക്കോമഡേഷൻ. നമ്മൾ ചെന്നിട്ട് നമ്മൾ എത്ര ഡേയ്സ് അവിടെ ഉണ്ട്, നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റേ. നമ്മളെ ഫുൾ ഡേ സ്റ്റേ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വരുന്ന ദിവസം എവിടെയാണ് സ്റ്റേ, പിന്നെ നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചു. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ ഇംഗ്ലീഷും ലാംഗ്വേജും മനസ്സിലാക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നാലും കുഴപ്പം ചെല്ലുമ്പോൾ അവിടെ ചില കടകൾ മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-ൽ 1 കടയിൽ ഒരു 2 കടയിൽ മാത്രമാണ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലിക്വിഡ് മണി കയ്യിൽ വെച്ചിരിക്കണം. എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം എന്ത് കാര്യത്തിനായാലും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ അയർലൻഡിൽ നിന്നായിരുന്നു, നോർത്തേൺ അയർലൻഡിൽ നിന്നായിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവൾ ആ അയർലൻഡ് നോട്ട് മൊറോക്കൻ ദർഹത്തിട്ട് മാറ്റാൻ നേരത്ത് അവർ പറഞ്ഞു അവർക്കത് പറ്റില്ല. കാരണം അവർക്ക് ഇംഗ്ലണ്ട് സൈഡിൽ നിന്നുള്ള കറൻസി വേണമെന്ന് പറഞ്ഞു. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിൽസിലായതുകൊണ്ട് നമ്മൾ വെയിൽസിലല്ലെയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ഇംഗ്ലണ്ടിൽ നമ്മുടെ ഗാഡ്വിക് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് വിസ് എയറിന് കയറിയത്. അപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിൽ തന്നെ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് പിടിച്ചിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ കാറ് പാർക്ക് ചെയ്യുന്നതിന് വരെ അവർ നമ്മളിൽ നിന്ന് പൈസ വാങ്ങിക്കും. അവർക്ക് എത്ര രൂപ കൊടുത്തു അല്ലെങ്കിൽ എത്ര രൂപ അവർ എക്സ്പെക്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചില്ലറ കൊടുക്കുക, അതൊരു മെയിൻ ഒരു കുറേ പേര് പറഞ്ഞായിരുന്നു മൊറോക്കോയിൽ പോകുമ്പോൾ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള ക്ലോത്ത്സ് എടുക്കണം, കാരണം അവിടെ ഭയങ്കര ചൂടാണ്, അങ്ങനെയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഭയങ്കര കട്ടിയുള്ള നമ്മൾ ഇവിടുത്തെ വിൻ്റർ വെയർ ഒന്നും എടുത്തുകൊണ്ട് പോകില്ല. എന്നാലും നൈസായിട്ടുള്ള നമ്മുടെ കോട്ടൺ, നല്ല തനി കോട്ടൺ ക്ലോത്ത്സാണ് ഞാൻ എടുത്തത്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം പറയാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർ ടാക്സ് എന്നും പറഞ്ഞ് ഇത്തിരി പൈസ നമ്മുടെ നിന്ന് പിടിച്ചായിരുന്നു. പിന്നെ അവർ പറയുകയും ചെയ്താൽ പിന്നെ അവർ നമുക്കൊരു ബില്ല് തരും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് ലണ്ടനിൽ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ മൊറോക്കൻ എന്തെങ്കിലും കറൻസി ഉണ്ടെങ്കിൽ ഈ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ അവർ ആ കറൻസി എടുത്തിട്ട് നമുക്ക് പൗണ്ടായിട്ട് തിരിച്ചു തരും. അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് എന്തായാലും വേണം. കാരണം നമ്മൾ ഡെസേർട്ട് സവാരി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹൈക്കിങ് ചെയ്യുമ്പോഴും നടക്കാനും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂ മസ്റ്റാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. പിന്നെ അവിടെ നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് നല്ല എന്താ പറയുക, നമുക്ക് എപ്പോഴും ഭയങ്കര തേഴ്സ്റ്റി ആയിരിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സൺഗ്ലാസസ് അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൻ്റെയൊക്കെ വില അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല ചൂടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. പക്ഷേ ഡയറക്റ്റ് മുഖത്തേട്ടെ കുറേ നാൾക്ക് ശേഷം അങ്ങനെ വെയിലടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ എടുത്തിരിക്കണം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് നമ്മൾ ഗാഡ്വിക് സൗത്ത് ടെർമിനലിൽ നിന്നാണ് പോയത് എയർപോർട്ട്. അപ്പോൾ നമ്മളവിടെ ഒരു കാർ പാർക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു 5 ദിവസത്തേക്ക്. അപ്പോൾ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷട്ടിൽ ബസ് കയറിയാണ് എയർപോർട്ടിട്ട് പോയത്. അതിന് കാർ പാർക്കിംഗ് 5 ദിവസത്തിന് ബിലോ £100 ആണ്. ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ റെൻ്റൽ കാറാണ് എടുത്തത്. റെൻ്റൽ കാർ 5 ഡേയ്സിന് 2000 മൊറോക്കൻ ദർഹംസ് ആണ് ആയത്. അങ്ങനെ പിന്നെ ലിക്വിഡ് മണി മെയിനായിട്ട് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സിറ്റിയാണോ
ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഓരോ സിറ്റി കിടക്കുമ്പോഴാണ് തോന്നുന്നു കുറേ ടോളുണ്ട്. അപ്പോൾ ആ ഒരു ടോളിന് ചിലയിടത്ത് 30 മൊറോക്കൻ ദിർഹം, ചിലയിടത്ത് 20, ചിലയിടത്ത് 5, അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും പോലീസാണ് ആ സിറ്റിയിൽ. അപ്പോൾ പിന്നെ അത് ലെഫ്റ്റ് സൈഡ് ആണ് ഡ്രൈവിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് UK റൈറ്റിൽ നിന്ന് ലെഫ്റ്റിട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ ചോദിക്കും ഇന്ത്യയിൽ നിന്നാണോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഷാരൂഖ് ഖാൻ അറിയാം, അപ്പോൾ നമ്മുടെ ഹിന്ദി സിനിമാസ് അത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. എന്ത് വാങ്ങിക്കുമ്പോഴും നമ്മൾ അവരോട് ബാർഗെയിൻ ചെയ്യണം. അവർ പറയണ പൈസയ്ക്ക് നമ്മൾ ഒരിക്കലും ഒരു സാധനം വാങ്ങിക്കരുത്. നമ്മളെപ്പോഴും ബാർഗെയിൻ ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ നമുക്കൊരു റേറ്റ്, UK എന്ന് പറയുമ്പോൾ വേറൊരു റേറ്റ്, അല്ലെ പിന്നെ മെക്സിക്കോ എന്ന് പറയുമ്പോൾ വേറൊരു റേറ്റ്, അങ്ങനെ പല പല റേറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ മൊറോക്കോക്ക് പോവാം. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രി ഒന്നുമില്ല, ഫുഡൊക്കെ ഭയങ്കര ചീപ്പാണ്. പിന്നെ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്പൈസി ഫുഡ് വേണമെന്ന് വെച്ചാൽ ഒരു സ്പൈസി ഫുഡ് തരും, പക്ഷെ നമ്മുടെ അത്ര ഫ്ലേവറോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എനിക്ക് ചില ഫുഡുകൾ ഇഷ്ടപ്പെടും, ചില ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെ കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചില കടകളിലൊന്നും അങ്ങനെ ഫോട്ടോ എടുക്കണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർ ഓൾറെഡി ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും ഫോട്ടോ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അവർ പറയണത് എനിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി പാടായിരുന്നു. ചിലവർ അറബിക്ക് പറയും, ചിലവർ ഹിന്ദി പറയും, ചിലവർ വേറെ ലാംഗ്വേജ് പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ബാക്കിലായാലും ഫ്രണ്ടിലായാലും എവിടെ ഇരിക്കുമ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. പിന്നെ അവിടെ ഒരു സ്പീഡുണ്ട്, ആ സ്പീഡിലാണ് നമ്മൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ. സോ ദിസ് ഈസ് ദി ഓവറോൾ തിങ്സ് ഐ വാണ്ട് ടു സേ. എവിടെ പോവുകയാണെങ്കിലും ഏത് ഗാർഡൻ ആയാലും മദീനയാണെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ 1 day അഡ്വാൻസ് നമ്മൾ എടുക്കണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെല്ലുമ്പോൾ അവിടെ അവർ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ചെല്ലുവാണെങ്കിൽ തിരക്കില്ലാതെ എല്ലാ സംഭവങ്ങളും നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് കാണാൻ പറ്റും. 11 മണി 12 മണി ആ സമയത്ത് നിന്നാൽ ഭയങ്കര ചൂടും ഭയങ്കര തിരക്കുമായിരിക്കും. യാ, ദാറ്റ്സ് ഇറ്റ്.